കൗർ സാറിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ലളിതഗാനാണ്. എനിക്കതിന് സമ്മാനം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. വേറെ ആളുകൾ അത് പാടിയിട്ട് കുറച്ചുകൂടെ വൃത്തിയായിട്ട് പാടിയിട്ട് സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട്. താമര പൂക്കുന്ന തമിഴകം താണ്ടി ശ്രീ മലയാളത്തിൽ വന്ന കാറ്റേ താമര പൂക്കുന്ന തമിഴകം താണ്ടി ശ്രീമലയാളത്തിൽ വന്ന കാറ്റേ നിന്റെ കൂടെ നിൻ തോഴിയുണ്ടോ കയ്യിൽ നിശ്ചയത്താമ്പൂല താലമുണ്ടോ താമര പൂക്കുന്ന തമിഴകം താണ്ടി ശ്രീമലയാളത്തിൽ വന്ന കാറ്റേ. നമ്മള് പാടിയപ്പോ അമ്മ ചുണ്ടനക്കുന്നുണ്ടായിരുന്നു. ഒപ്പം അമ്മയിൽ നിന്നാണ് ഈ കഴിവൊക്കെ കിട്ടിയിരിക്കുന്നത് നമുക്ക് ചോദിക്കണമല്ലോ. ആണോ? എല്ലാം അമ്മ ഒരു രണ്ടുപേര് ഞങ്ങൾക്ക് വേണ്ടി ഇല്ല. മൽഹാറിന് പാടിക്കൊടുക്കുന്ന എന്തെങ്കിലും പാട്ടുകൾ ഒന്നുമില്ല. മൽഹാർ പാട്ടൊക്കെ പാടും. ഓമനക്കുട്ടി ടീച്ചറിന്റെ അടുത്തൊക്കെ പഠിച്ചിട്ടൊക്കെ ഉള്ളതാണ്. വേണ്ടി ഒരു പാട്ട് കേൾക്കണോ? അമ്മ പ്രോത്സാഹിപ്പിച്ച് തന്ന പോലെ അമ്മയെ തിരിച്ചൊന്ന് പ്രോത്സാഹിപ്പിക്കും. രണ്ടുപേരും ഞങ്ങൾക്ക് എല്ലാവരും ചേർന്ന് പ്രോത്സാഹിപ്പിച്ചിരിക്കും. ഓർമ്മയില്ല. ശരി ശരി. എന്തായാലും നമ്മളിവിടെ വന്ന സമയത്ത് കുടുംബസമേതമാണ് വന്നത്. മൽഹാർ ഉണ്ടായിരുന്നു ഇവിടെ. മൽഹാർ ഞങ്ങളുടെ അതെ, ആ റീൽസ് താരത്തെ പരിചയപ്പെടാൻ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. മൽഹാർ എവിടെ പോയി എന്ന് കണ്ടില്ല. മൽഹാർ ചെണ്ടമേളത്തിന് പുറകെ പോയി. മേളമൊക്കെ കണ്ടിട്ട് അതിന്റെ പുറകെ അങ്ങ് കൂടിയെന്ന് തോന്നുന്നു. കൈരളിയിലെ അവതാരകയായിരുന്ന കാലത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പം മറക്കാനാകാത്ത എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? ആ ഒരു ആങ്കറിങ് കാലത്തെക്കുറിച്ച് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കണമെന്ന് ഇപ്പൊ ഒരു സജഷനൊക്കെ വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഓർമ്മയുള്ള ഒരു കാര്യം, അന്ന് ആങ്കർ ചെയ്ത എന്തെങ്കിലും ഒരു ചെറിയ പോർഷൻ എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ? അത്രയ്ക്കൊന്നും ഓർമ്മയില്ല. പരിപാടി ഓർമ്മയുണ്ട്. സിനിമാ ഗാനങ്ങൾ അവതരിപ്പിക്കുന്ന സിനിമാ ഗാനങ്ങൾ അവതരിപ്പിക്കുന്ന അപ്പൊ മുൻപ് അതിന്റെ സിനി ബീറ്റ്സ് ആയിരുന്നു. അപ്പൊ അതിന്റെ സ്ക്രിപ്റ്റ് തരും. അത് നോക്കിയിട്ട് കുറച്ചൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ചെറിയ പൊടിക്കൈകളൊക്കെ ഇട്ടിട്ട് അവതരിപ്പിക്കാന്നുള്ള. അത് കഴിഞ്ഞിട്ട് തിരിച്ച് സ്കൂളിലേക്ക് പോകുമ്പോൾ ബാക്കി നമ്മുടെ സുഹൃത്തുക്കളും സഹപാഠികളും ഒക്കെ ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. അതാണ് കൂടുതൽ ഓർമ്മയുള്ളത്. ഒരു കാര്യം, ഞാൻ അപ്പോ കണ്ണാടി പുതുതായിട്ട് വെച്ച ഒരു സമയമായിരുന്നു. അപ്പൊ ഈ കണ്ണാടി വെക്കുന്നത് കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളും എക്സ്പ്രഷൻസും ഭാവങ്ങളും അത്രമാത്രം അങ്ങ് ക്യാമറയിൽ വരുന്നില്ല. അപ്പൊ കണ്ണാടി ഇല്ലാണ്ട് അവതരിപ്പിക്കണം എന്നൊക്കെ ഉള്ളത് കുറച്ചുകൂടെ രസമായിരിക്കും എന്നൊക്കെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ പറയുന്ന അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട്. ഓക്കെ.